നമസ്കാരം. എല്ലായിടത്തും മഴയൊക്കെ ആയിട്ട് വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ടിരിക്കുക അല്ലേ. അപ്പം ഞാനിപ്പം ഒരു 10 മണിയായി കാണുന്ന സമയം. അപ്പം ഇപ്പം നല്ല എന്നാന്ന് പറയുന്നത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ വേറൊരു പണിയൊന്നുമില്ല. അപ്പം ഇങ്ങനെ അകത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്താലോ. അപ്പം എനിക്കൊരു ശൂന്യത എൻ്റെ മനസ്സിന് അനുഭവപ്പെട്ടു. അപ്പം അതെന്നാന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ തൊട്ട് ഞാനിങ്ങനെ ആലോചിച്ചപ്പം പിള്ളേരൊന്നും സ്ഥലത്തില്ല, ഭർത്താവും സ്ഥലത്തില്ല. അപ്പം നമ്മുടെ മനസ്സിലൊരു ശൂന്യത അനുഭവപ്പെടും അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ തൊട്ട് ആലോചിച്ചപ്പം നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടാറുണ്ടല്ലേ. നമ്മൾ എന്തോ ഒരു മനസ്സിനൊരു പ്രത്യേക സ്വഭാവം, അതെന്താണെന്ന് പറയാൻ പറ്റില്ല. ആരും എന്താണെന്ന് പറയണേ, ആരും ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ പോലെ നമുക്ക് ഫീൽ ചെയ്യും ചില സമയം. അത് അധികവും വരുന്നത് നമ്മുടെ മക്കളൊക്കെ പഠിക്കാനൊക്കെ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ പോവുകയോ അല്ലെങ്കിൽ ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ ഭർത്താവ് ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയൊന്നും നമുക്ക് കൂടെ ഇല്ലാതെ വരികയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അധികം അങ്ങനെ അനുഭവപ്പെടുന്നത് അല്ലേ. നമ്മൾ തന്നെ ഇരിക്കുമ്പോൾ നമ്മളൊരു നിമിഷം നമ്മൾ ചിന്തിച്ചു ആ ശൂന്യതയെക്കുറിച്ച്. അപ്പം ഞാനിങ്ങനെ ഓർത്തു, എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ഹോസ്റ്റലിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ പല സമയവും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നമ്മളെന്നും ഇങ്ങനെ എപ്പോഴും സ്നേഹത്തോടെ കൂടി അല്ലെങ്കിൽ വഴക്കുമൊക്കെ പറഞ്ഞ് നമ്മുടെ കൂടെ മക്കൾ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇതറിയില്ല. നമ്മുടെ മനസ്സിലൊറ്റ ചിന്തയുള്ളൂ, അവരെ പഠിപ്പിക്കുക, നല്ല നിലയിലെത്തിക്കുക. എന്നതാണ് ട്യൂഷന് വിട്ടെങ്കിൽ ട്യൂഷന്, അല്ലെങ്കിൽ അതിന് വിട്ട് ഇങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞ് മക്കളുടെ പുറകെ ഇങ്ങനെ നമ്മൾ നടക്കുക. ഇങ്ങനെ ഒരു ചിന്താഗതിയായിരിക്കും നമുക്ക്. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് അവരൊരു കോളേജിലേക്ക് എത്തുമ്പോൾ അവർ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലേക്കൊക്കെ ആയി പോകും ഇല്ലേ. അപ്പം നമ്മുടെ മനസ്സിൽ ആ പോകുന്ന അവസരത്തിൽ നമുക്കൊരു വിഷമം ഉണ്ടായിരിക്കും. ഹോസ്റ്റലിലേക്കൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് പെട്ടെന്നൊരു പറിച്ചുനടിയിലാണത് അല്ലേ, ഹോസ്റ്റലിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ മനസ്സിലൊരു ചെറിയ വിഷമം തോന്നും. ഹോസ്റ്റലിലേക്ക് ആയി, അവൻ കൂടെ ഇപ്പം ഇല്ലല്ലോ സ്ഥലത്ത്, എപ്പോഴും ഇങ്ങനെ ഒരു ചിന്തയായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ നമ്മളോട് സ്നേഹമുണ്ട്, നമ്മുടെ ഉള്ളിൽ അവരോട് സ്നേഹമുണ്ട്. അത് അവരും കാണിക്കാറുണ്ട്, നമ്മളും കാണിക്കാറുണ്ട്. എങ്കിലും എന്തോ ഒരു ശൂന്യത നമ്മുടെ ഇടയിൽ അങ്ങനെ നിൽക്കും അല്ലെ. ഒരു ശൂന്യത എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരവസ്ഥ അത് നിൽക്കും. അത് സമയത്ത് അത് കഴിഞ്ഞ് അവർ അടുത്ത ഘട്ടമായി അവർ ജോലിയിലേക്ക് പോകുമ്പോഴും അവർ നല്ലൊരു കാര്യത്തിലേക്കാണ് പോകുന്നത്. പക്ഷെ നമുക്കെന്തോ പിന്നെ നമുക്ക് അവരെ നമ്മളിലേക്ക് തിരിച്ചു കിട്ടുന്നില്ല. ആ പഴയ കുഞ്ഞു പ്രായത്തിലേക്ക് നമ്മളെ കിട്ടുന്നില്ല. ആ 15 വയസ്സ് അല്ലെങ്കിൽ 17 വയസ്സുള്ള ആ കുഞ്ഞിനേക്ക് നമുക്ക് കിട്ടണില്ല അവരെ. കാരണം അവരന്ന് നമ്മുടെ പുറകെ നടന്നതും അമ്മേ 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 നല്ല അച്ചാന്ന് വിളിച്ച് നമ്മുടെ പുറകെ നടന്നതൊക്കെ നമ്മൾക്കങ്ങ് മിസ് ചെയ്തു പോകും അല്ലേ. പിന്നീട് അവർക്ക് അതൊന്നും വിളിച്ചു നടക്കാനുള്ള സമയമില്ല. അന്ന് നമ്മൾ എന്ത് പറയും, അന്ന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ എന്നാ പറയണേ, അതിന് നമ്മുടെ മനസ്സ് മുഴുവൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടില്ല. കൂടുതൽ ജോലി ചെയ്യണം, കൂടുതൽ പൈസ ഉണ്ടാക്കണം, കൂടുതൽ അവരെ നല്ല നിലയിൽ എത്തിക്കണം എന്നിങ്ങനെ ഓർത്തുകൊണ്ട് നമ്മൾ ഓട്ടമാണ്. മിക്ക ഇടത്തും അച്ഛനും അമ്മയായിരിക്കും ജോലി ചെയ്യുന്നവർ. ചിലയിടത്ത് അച്ഛൻ മാത്രമായിരിക്കും ജോലി ചെയ്യുന്നത്, അമ്മ വീട്ടമ്മയായിരിക്കും. എന്നാൽ അമ്മമാർ ജോലി ചെയ്തിട്ട് അച്ഛന്മാർ വീട്ടച്ഛനായിട്ടിരിക്കണം അപൂർവം കേട്ടിട്ട് പോലും ഇല്ല അല്ലേ. എന്നാൽ വീട്ടമ്മമാരാണെങ്കിലോ അവർ ആ മക്കൾക്ക് വേണ്ടിയിട്ട് രാവിലെ എണീക്കുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, ചുറ്റുപാത്രത്തിലാക്കി കൊടുക്കുന്നു, പോകുന്നു, വൈകുന്നേരം വരുന്നു, കാപ്പി ഉണ്ടാക്കുന്നു. അങ്ങനെ ബിസിയാണ് അമ്മമാർ. അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവരുടെ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ നമ്മൾ റെഡിയല്ല അല്ലേ. ഒന്ന് ചിന്തിച്ചു നോക്കി. അവരെന്തെങ്കിലും അമ്മേ അല്ലെങ്കിൽ അച്ഛാന്ന് പറഞ്ഞ് നമ്മുടെ പുറകെ വരുമ്പോഴത്തേനും നമ്മൾ പറയും അത് പിന്നെയാട്ടെ അല്ലെങ്കിൽ പിന്നെയാട്ടെ എന്ന് പറയും. കുറേ കാലം കഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നില്ല. അവരവരുടെ ലെവലെത്തി കഴിയുമ്പോൾ അവർ പിന്നെ നമ്മളോട് ചോദിക്കുന്നില്ല. അപ്പോഴാണ് നമുക്കൊരു മിസ്സിങ് അല്ലെങ്കിൽ എന്തോ ഒരു ശൂന്യത നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങുന്നത്. എനിക്കിപ്പോൾ ഉണ്ട്. എൻ്റെ മൂത്ത മോനെ എന്നാ പറയണേ, അവൻ ഇപ്പോൾ ദൂരെ ജോലി ചെയ്യാണ്. പക്ഷേ എനിക്കെന്തോ ഒരു ശൂന്യത. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചു. അതാണ് എനിക്ക് ഇപ്പോൾ വന്നത്. എൻ്റെ പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു വന്നു. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല, അങ്ങനെ ഒരു ശൂന്യത. അപ്പം നമ്മളെന്താ ചിന്തിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം നല്ലതിനാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ മക്കൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് അവരോരോ സ്ഥലങ്ങളിൽ പോകുന്നതും ജോലി ചെയ്യുന്നതും ജീവിക്കുന്നതും. പക്ഷെ അത് ചിന്തിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം. അല്ലെങ്കിൽ ഞാനിപ്പോൾ കരയും പോലെ ഇരുന്ന് കരയേണ്ടി വരും. പെട്ടെന്ന് എനിക്കൊരു സങ്കടം വന്നു. ഇതൊക്കെ പക്ഷെ നല്ലതിനായിരിക്കാം, നല്ലതിനാണ്, അതെനിക്ക് ചിന്തിക്കാൻ ബോധമുണ്ട്. പക്ഷേ എന്തോ ഒരു അവൻ കുറേ വർഷങ്ങളായിട്ട് ഹോസ്റ്റലായി അങ്ങനെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെയുണ്ട് നമ്മുടെ പുറകെ നടന്ന ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുമ്പോഴും ഒക്കെ നമുക്ക് അന്ന് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ട്. ഒന്നും മിണ്ടാണ്ടിരുന്നേ അല്ലേ. ഇപ്പോൾ സാധാരണക്കാരാണെങ്കിൽ മക്കളെ ഒന്നും അറിയിക്കാതെ വളർത്തുന്നത് അല്ലേ. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ വീട്ടിലെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളോ ഒന്നും ഒരു മക്കൾ അറിയാണ്ടല്ലേ സാധാരണ വളരുന്നത്.
ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവർ ഒക്കെ നല്ല രീതിയിൽ, അതായത് അവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെല്ലാം കൊടുത്ത് തന്നെ മാതാപിതാക്കൾ അവരെ വളർത്താൻ ശ്രമിക്കാറുണ്ട് അല്ലേ. ആ സമയത്ത് ആ പിള്ളേരൊന്നും അറിയാണ്ട് അങ്ങ് വളരും. പക്ഷേ അതൊരു തെറ്റായ പ്രവണതയാണെന്ന് എനിക്ക് ഇപ്പോൾ തോന്നാറുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളിൽ നമ്മുടെ പൈസ എന്തോരം ഉണ്ടെന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം എന്തെന്നോ നമ്മുടെ മക്കളെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ ഇന്നതാണ് നമ്മുടെ വീട്ടിലെ സാഹചര്യം, നമ്മുടെ വീട്ടിൽ ഇന്നതൊക്കെ ഉണ്ട്, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മക്കൾ അതുപോലെ നമ്മുടെ കൂടെ നിന്നോളൂ. അതുമെല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മൾ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. ഈ ശൂന്യതകളെല്ലാം ഒരു നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും നമ്മൾ വിചാരിക്കുക. അതേപോലെ ഫീൽ ചെയ്യുന്നതാണ് പെൺമക്കളെ കെട്ടിച്ചയക്കുമ്പോൾ ഇല്ലേ. നമുക്കൊരു ഭയങ്കര ശൂന്യത അനുഭവപ്പെടും. അവരെങ്ങനെയായിരിക്കും അവിടെ ചെല്ലുമ്പോൾ ആ മോൾ എങ്ങനെയായിരിക്കും കഴിയുന്നത്, അവൾക്ക് സുഖമായിരിക്കുമോ, അവളോട് നല്ല രീതിയിലാണ് അവർ പെരുമാറുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും, പണ്ടാണോ ഉണ്ട് കേട്ടോ, അമ്മായിമ്മപ്പാരും അമ്മായച്ചൻ പോരും ഒക്കെ ഉണ്ട്. എന്നാലും നമ്മളിങ്ങനെ മനസ്സിൽ ചിന്തിക്കും അല്ലേ. അപ്പം അത് നല്ലതിനാണ്. അവൾക്ക് ഈ സാഹചര്യം വേണം, ജീവിതത്തിലൊരു കൂട്ട് അവൾക്ക് വേണം എന്നുള്ള ചിന്താഗതി അത് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കുറേയേറെ വിഷമങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അല്ലാണ്ട് നമ്മൾ മക്കളെ ഓർത്തിങ്ങനെ ഏത് സമയം ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ എനിക്കിപ്പോൾ സങ്കടം വന്നാൽ എൻ്റെ മകനെ ഓർത്തിയ സന്തോഷം കൊണ്ടാട്ടോ. അവൻ നല്ല നിലയിൽ എത്തണ കണ്ടിട്ട് എനിക്ക് സന്തോഷം. അങ്ങനെ സങ്കടങ്ങൾ വരാട്ടോ. അതിന് കരുണ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. കരുണ കൊണ്ടും കരുണയോ സ്നേഹമോ എന്തെന്ന് വേണമെങ്കിലും അതിനും പറയാം. അങ്ങനെ മക്കൾ നല്ല നിലയിലെത്തുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകാറുണ്ട്. പിന്നെയുള്ളവരാണ് റിട്ടയർമെൻറ്റ്. കുറേ വർഷങ്ങൾ ജോലി, 30 വർഷവും 25 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് ഗവൺമെൻറ് സർവീസിൽ നിന്നൊക്കെ റിട്ടയർഡ് ആകുന്ന ഒത്തിരി പേർക്ക് ഈ ശൂന്യത അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അവർ എൻഗേജ്ഡ് പല കാര്യങ്ങൾ എന്നാ പറയണേ, ഇങ്ങനെ പല കാര്യത്തിൽ ഇടപെട്ടിങ്ങനെ ബിസി ആയിട്ടിരുന്നില്ലെങ്കിൽ അവരുടെ ഉള്ളിലും ഒരു ശൂന്യത അനുഭവപ്പെടും. ആ സമയത്ത് അവർ വന്നു കഴിയുമ്പോൾ അവർ വീട്ടിലെ കാര്യങ്ങൾ നോക്കി, ഭാര്യയുടെ കൂടെ കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ യാത്രകൾ ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴും അവർക്കും ജീവിതത്തിൽ ആ ശൂന്യതയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ഒരു റെസ്റ്റാന്ന് കൂട്ടിയാൽ മതി റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ. ഒത്തിരി പേര് ഇപ്പോൾ ഈ മെയ് മാസത്തിൽ റിട്ടയർഡ് ആകണോടോ ഇല്ലേ. അപ്പം അവർക്കൊക്കെ മനസ്സിൻ്റെ ഈ ശൂന്യത ഉണ്ടാകാണ്ടിരിക്കാൻ എനിക്കൊരു റെസ്റ്റ് സമയം ആണ്, ഇതിൽ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം. ആദ്യത്തെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് ശൂന്യത തോന്നാതിരിക്കാൻ. കാരണം അവർ രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, വീട്ടിലെ പണികൾ ചെയ്യുന്നു, ബിസിയാണ് അവർ. അപ്പോൾ അതില്ലാണ്ടാകും. ഇല്ലാണ്ടാകുമ്പോൾ അവർക്കൊരു ശൂന്യത അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ള. അപ്പം അവരും അതിലെ എന്തെങ്കിലും വിഷയത്തിലൊക്കെ അവരും ഇങ്ങനെ ബിസി ആയിക്കൊണ്ടിരിക്കുക. വീട്ടുകാര്യങ്ങളിലോ പൊതുപ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളോ ഒക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെയുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും നമ്മൾ എന്നാന്ന് പറയണേ, കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു, എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് വിചാരിക്കരുത്. ഇപ്പോഴത്തെ മക്കളെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ് മക്കളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മക്കളിപ്പോൾ തീരുമാനിക്കണമെന്ന് വെച്ചാൽ അവർക്കൊരു സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കിയ ശേഷം മാത്രം മക്കൾ മതി എന്നുള്ള തീരുമാനത്തിലുള്ള മക്കൾ അധികവും. ഇപ്പോഴത്തെ ആൺപിള്ളേരാണേലും അതെ, പെൺപിള്ളേരാണേലും അതെ. അതൊരു കണക്കിൽ പറഞ്ഞാൽ നല്ല തീരുമാനമാണ്. കാരണം നമ്മുടെ മക്കളെ നന്നായിട്ട് വളർത്തണമെങ്കിൽ നല്ല സാമ്പത്തിക ഭദ്രത വേണം ഇല്ലേ. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടില്ലാണ്ട് ആ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും. അങ്ങനെയൊക്കെ പണ്ടത്തെക്കാളും നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് മക്കൾക്ക് കഴിയുന്നുണ്ട്. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അത് നല്ല തീരുമാനമാണോ എന്ന് ആലോചിക്കണം കേട്ടോ. അല്ലാണ്ട് ചുമ്മാ എടുത്തിയാടിയൊന്നും തീരുമാനങ്ങൾ എടുക്കരുത്. നല്ല തീരുമാനങ്ങൾ എടുക്കുക, നല്ല ജോലികളൊക്കെ മേടിക്കുക, നന്നായിട്ട് സന്തോഷത്തോടെ കഴിയുക. അപ്പം എന്നെപ്പോലെയുള്ള മാതാപിതാക്കൾക്ക് എന്താ പറയുക, നമ്മളെപ്പോലുള്ള മാതാപിതാക്കൾക്ക് സന്തോഷിക്കാം നമ്മുടെ മക്കൾ നല്ല നിലയിൽ എത്തിയെന്ന്. പക്ഷെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നാ പറയണത്, എന്നാ പറയുന്നത്, നമുക്ക് ഉള്ളിൽ ശൂന്യത ഉണ്ടായത് നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്തു കൊടുത്തില്ലല്ലോ, അവരുടെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും നോക്കിയില്ലല്ലോ എന്ന ശൂന്യത ഉണ്ടാകാതിരിക്കണം. അത് ഇനി വരുന്ന തലമുറയിലെ പിള്ളേർക്കാണെങ്കിലും അവർക്കും അവരുടെ മക്കളോട് അങ്ങനെ തോന്നാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കുഞ്ഞുങ്ങൾ അമ്മേ അച്ഛ എന്നും പറഞ്ഞ് നമ്മുടെ പുറകെ നടക്കുമ്പം നമ്മൾ അവരുടെ ഒപ്പം തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ആകെ കുറച്ച് നാൾ മാത്രമേ നമ്മുടെ കൂടെ നമ്മുടെ മക്കളുള്ളൂ. അത് കഴിയുമ്പോൾ അവർ പറന്നു പോകും, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ചേക്കേറും. അപ്പോൾ പിന്നെ ആ കുറച്ച് കാലം നമ്മൾ സന്തോഷത്തോടെ പഠിക്കേണ്ട സമയത്ത് അത്യാവശ്യം പഠിക്കാനും പഠിക്കുന്ന പിള്ളേരെ നന്നായിട്ട് പഠിപ്പിക്കുക. നമ്മൾ വഴക്കൊന്നും പറയാതെ, ഞാനിപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലാവുന്നത്, എനിക്കിപ്പോഴും ഇതിൻ്റെ ശൂന്യത മനസ്സിലാക്കിയപ്പോഴാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എന്ന് ഓർത്തത്.
അപ്പം ഓർക്കുക, അപ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് പരമാവധി സ്നേഹത്തോടെ മക്കളോട് പെരുമാറി, അപ്പോൾ അവർക്കും നമ്മളോട് സ്നേഹമായിരിക്കുന്നേ. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ ഇരട്ടിയായിട്ട് സ്നേഹിക്കും നമ്മുടെ മക്കളെ. അല്ലാണ്ട് നമ്മുടെ മക്കൾ നമ്മളെ വെറുക്കൊന്നുമില്ല. നമ്മളുടെ ഇഷ്ടം ഒത്തിരി അമ്മമാർ പറഞ്ഞിട്ട് എന്നെ മക്കൾക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ അച്ഛന്മാർ പറയും എന്നെ അവന് ഇഷ്ടമല്ല, അവർക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. നമുക്ക് തന്നെ അവരെ നല്ല നിലയിൽ എത്തിക്കണം, നല്ല നിലയിൽ ഇങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിലുള്ളൂ. പക്ഷേ ആ പോക്കിനിടയ്ക്ക് ആ കുഞ്ഞുങ്ങളുടെ ജീവിതം നമ്മൾ അവരുടെ ആ കുഞ്ഞുപ്രായം കുട്ടിക്കാലം അവർക്ക് നഷ്ടപ്പെട്ടു പോവുക ചെയ്യണേ. അതുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് നമ്മളോടൊരു വെറുപ്പ് തോന്നുന്നത്. ആ കുട്ടിക്കാലം ആസ്വദിക്കാനും കൂടെ ആ മക്കൾക്ക് ഒരു അനുവാദം നമ്മൾ കൊടുക്കണം. അല്ലാണ്ട് പഠിത്തം അല്ലെങ്കിൽ ആ ജോലിക്ക് വേണ്ടി നീ ഒരു ജോലി മേടിക്കണം എന്നൊരു മാത്രമേ നമ്മൾ പറഞ്ഞു കൊടുക്കണുള്ളൂ. പഠിച്ച് നീ നല്ല നിലയിലെത്തണം എന്നിങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. അത് കാരണം കൊച്ചിനെ ട്യൂഷന് വിടുന്നവരാവും പകൽ ഇവർ പഠിത്തം. ഒരു മിറ്റത്തിറങ്ങി എന്നാ പറയണത്, ഒരു കാലും കൊണ്ട് ഒരു പന്ത് തട്ടാൻ പോലും പല പിള്ളേർക്കും ശ്രമിക്കാൻ പല ഫുട്ബോൾ ക്യാമ്പിലും ഒക്കെ കൊണ്ടുവിടുക. എത്ര ദിവസം പോകുന്നുണ്ട് പിള്ളേർ. പല ക്യാമ്പുകളിലും കൊണ്ട പിള്ളേർ വെക്കേഷൻ കൊണ്ടുപോകും. വെക്കേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ എവിടെയെങ്കിലും വിടുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വെക്കേഷൻ കഴിഞ്ഞുണ്ടെങ്കിൽ പിന്നെ പറയും പഠിക്കുക. പിന്നെ ട്യൂഷൻ സെൻറ്ററിലേക്കാണ് നമ്മൾ അധികം വിടുന്നത് അല്ലേ. അല്ലാണ്ട് വെക്കേഷൻ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം അന്നും ആ പിള്ളേരെ നിന്ന് പോവുകയാണ്. അവരുടെ ഇഷ്ടത്തിനല്ല കൊണ്ടുവരുന്നത്, മാതാപിതാക്കളുടെ ഇഷ്ടത്തിനാണ് പല ക്യാമ്പുകളിലും മക്കളെ കൊണ്ടുവിടുന്നത്. ഞാനും ഇങ്ങനെ വിട്ടിട്ടുണ്ട്. ഗിത്താർ പഠിക്കാനോ വയലിൻ പഠിക്കാനോ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിക്കുന്നില്ല. എന്നെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റ് പഠിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളും കൊണ്ടേ അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. ശരിക്കും അല്ലേ? അത് എത്ര മാസമാണ്? ഈ 2 മാസം 10ാം ക്ലാസ്സൊക്കെ എത്തി 1 മാസം 10-15 ദിവസം അവരിങ്ങനെയുള്ള ക്യാമ്പുകളിൽ പോകും. അത് കഴിയുമ്പോൾ അവരെ നിർത്തും. പിന്നെയുള്ള ട്യൂഷന് വിടുക. പിള്ളേരുടെ ജീവിതം ഇങ്ങനെ നമ്മളായിട്ട് അങ്ങോട്ട് അവരുടെ ആ കുഞ്ഞു പ്രായം നശിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കിപ്പം മനസ്സിലാവുന്നത്, ചെയ്തില്ലല്ലോ പിന്നെ ഇനിയിപ്പോൾ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അവരുടെ പ്രായങ്ങളെല്ലാം കടന്നു പോയി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇനി എന്ത് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? അതുപോലെയാണ് റിട്ടയർമെൻറ്റ്. അവർ ഈ സമയം ആസ്വദിക്കുക, അല്ലെങ്കിൽ പിന്നീട് ആ ശൂന്യതയോർത്ത് നമ്മൾ വിഷമിക്കേണ്ടി വരും. ഒരിക്കലും നമ്മുടെ മനസ്സിലെ ശൂന്യത ഉണ്ടാകാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിന് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തിയിലൊക്കെ ഒന്നെങ്കിൽ പൂച്ചെടി വളർത്തുവോ, അല്ലെങ്കിൽ റിട്ടയർ ആയി കഴിഞ്ഞവർ, അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിലും അവർക്ക് പരമാവധി വീടൊക്കെ ക്ലീൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആ ശൂന്യത നികത്തിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ വീണുപോകും. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വിഷമമായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അത് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാണ്ടിരിക്കാൻ നമ്മൾ പരമാവധി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുക. അതാ ചെയ്യേണ്ടത്. അല്ലാണ്ട് പിന്നീട് നമ്മൾ ദുഃഖിക്കാനില്ല. അപ്പം കിട്ടുന്ന സമയം ഇപ്പോൾ കുഞ്ഞുമക്കളെ വളർത്തുന്നവർ മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്താൻ ശ്രമിക്കുക. അവർ പഠിച്ചോളും. നമ്മൾ ഈ പഠിച്ചോ എന്നൊന്നും പറഞ്ഞ് പുറം നടക്കണ്ട. അവർക്ക് കൃത്യസമയത്ത് പഠിക്കാനൊക്കെ കുഞ്ഞുങ്ങൾക്ക് പണ്ടത്തെ മനുഷ്യരെ പോലെ എൻ്റെ പ്രായത്തിലുള്ളവരുടെ ഒന്നും ബുദ്ധിയല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക്. അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്. അവർ പഠിച്ചെടുത്തോളും. അപ്പം അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിൽ വിടുക. അത്രയേ ഉള്ളൂ. ഇതെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ പ്രായമായവർ, റിട്ടയർ ആയവർ അതനുസരിച്ച് അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് ജീവിക്കുക. എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അതിലാകുക. മക്കളെ സന്തോഷത്തോടു കൂടി ചേർത്ത് നിർത്തി സന്തോഷത്തോടെ ഇനിയുള്ള കാലം കഴിയുക. അപ്പം ജീവിതം സന്തോഷമാണേ. അല്ലാണ്ട് ജീവിതം എന്നും ദുഃഖമുള്ളതൊന്നുമല്ല, സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.